ഇത് വയനാട്ടിലെ കാരാപ്പുഴ ഡാം സൈറ്റാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും പറ്റിയ ഒരുപാട് റൈഡുകൾ ഇവിടെയുണ്ട്. അവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൈറ്റാണിത്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ഇവിടെയാണുള്ളത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇവിടെ വന്ന് സിപ്പ് ലൈനിൽ കയറി വെക്കുന്ന വാർത്തകൾ വായിച്ചില്ലേ? അങ്ങനെ ഏത് റൈഡ് എടുത്താലും വളരെ രസമാണ്. അതുപോലെ കാണാൻ നല്ല ഭംഗിയാണ്. ധാരാളം പൂക്കൾ. അങ്ങനെ വളരെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സൈറ്റാണ് ഈ കാരാപ്പുഴ ഡാം സൈറ്റ്. കേരളത്തിലെ നീളം കൂടിയ സിപ്പ് ലൈനുള്ള വയനാട്ടിലെ കാരാപ്പുഴ ഡാം, അവിടുത്തെ അഡ്വഞ്ചർ സോൺ ഒന്ന് കാണണമെന്ന് കുറച്ച് നാളായി ഞാൻ വിചാരിക്കുന്നു. വയനാടിൻ്റെ പൂക്കൾ ഒരുപാടുണ്ട് അവിടെ. അവ ഇങ്ങനെ തളിർത്ത് പൂവിടുന്ന കാഴ്ച വളരെ മനോഹരമാണ്. അങ്ങനെ പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ മൊട്ടക്കുന്നുകൾ. അതുപോലെ തന്നെ പച്ചപ്പുല്ല് പുതപ്പിച്ച നല്ല പുൽത്തകിടികൾ. അതുപോലെ അതിനിടയിൽ കൂടി കുറേ വൃക്ഷങ്ങൾ. അത് റിസർവോയർ വരെ നീളും. കാരാപ്പുഴ ഡാമിൻ്റെ റിസർവോയർ വരെ നീളും. അങ്ങനെ വീതിയുള്ള വഴികൾ. ഇതൊക്കെ സഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കും. ഇങ്ങനെ പ്രകൃതി, പൂക്കൾ, അഡ്വഞ്ചർ ഗെയിമുകൾ ഇതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാരാപ്പുഴ ടൂറിസം അഡ്വഞ്ചർ സോണാണ് ഇവിടുത്തേത്. ഇവിടുത്തെ സെൻറ്ററിൽ, ഈ ടൂറിസം സെൻറ്ററിൽ ഒരിക്കലെങ്കിലും വരണം. വൈകിട്ട് 4 മണിക്ക് വന്നാൽ പശ്ചിമഘട്ട മലനിരകളുടെ സുന്ദരമായ ബാക്ക്ഡ്രോപ്പിൽ നല്ലൊരു സൂര്യോദയം കണ്ടു മടങ്ങാം. സംസ്ഥാന ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ സംരംഭം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതുപോലെ സംസ്ഥാന വൈദ്യുതി വകുപ്പിനുമുണ്ട് വയനാട്ടിലെ ബാണാസുര സാഗർ ഡാം സൈറ്റ് പോലെ, ഇടുക്കിയിലെ ആർച്ച് ഡാം സൈറ്റ് പോലെ 13 ഹൈഡൽ ടൂറിസം ഡെസ്റ്റിനേഷനുകൾ. ഇവിടങ്ങളിലൊക്കെയും പ്രകൃതി ഭംഗി വഴിഞ്ഞൊഴുകുന്ന മനോഹാരിത ആസ്വദിക്കാൻ കഴിയുന്നതോടൊപ്പം പലതരം സാഹസിക വിനോദങ്ങൾ ഏർപ്പെടാനും പൊതുജനങ്ങൾക്ക് അവസരമുണ്ടായിരിക്കും. മുതിർന്ന ഒരാൾക്ക് 30 രൂപയാണ് കാരാപ്പുഴ അഡ്വഞ്ചർ സോണിലേക്കുള്ള ടിക്കറ്റ് നിരക്ക്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തിരക്കിന്ന് കുറവാണ്. സമയം ഇപ്പോൾ 4:30 ആയിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിലുള്ളതുപോലെ അത്ര ചൂട് വയനാട്ടിലില്ല. ഇനിയും പച്ചപ്പ് മായാത്ത മലനിരകൾ ചുറ്റുമുള്ളത് കൊണ്ടാണിതെന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല രാവിലെയും വൈകുന്നേരവും നല്ല മഞ്ഞുവീഴ്ചയുമുണ്ട്. ഇവിടം പൂക്കളുടെ സ്വർഗമാണെന്ന് നമുക്ക് കണ്ടാൽ തോന്നും. എവിടെ നോക്കിയാലും വർണ്ണപ്പൂക്കൾ കാണാം. ഈ മനോഹാരിതയിൽ, ഈ ഭംഗിയിൽ മയങ്ങാത്തവരാരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവയ്ക്കിടയിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കാനാണ് ഒരുപാട് പേർക്ക് താല്പര്യം. മഞ്ഞുമലകളെ തൊട്ട് തലോടി വരുന്ന കാറ്റാണ് മറ്റൊരു പ്രത്യേകത. ഈ ഇളങ്കാറ്റ് കേൾക്കുമ്പോൾ നമ്മുടെ ക്ഷീണമൊക്കെ അങ്ങ് മാറിപ്പോകും. ഇവിടുത്തെ ഗാർഡൻ ഡിസൈൻ നമ്മളെ അമ്പരപ്പിക്കും. ഇലച്ചെടികളെ ഇത്ര മനോഹരമായി വെട്ടി നിർത്തിയത് ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. മൃഗങ്ങളുടെയും പക്ഷികളുടെയും രൂപങ്ങൾ എത്ര തന്മയത്വത്തോടെയാണ് ഇവിടെ വെട്ടി ഒതുക്കിയിട്ടുള്ളതെന്ന് നോക്കുക.
സിപ്പ് ലൈനിൽ ആരെയും കണ്ടില്ലല്ലോ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് രണ്ടുപേരെ അത് കണ്ടത്. എത്ര ഉയരത്തിലാണ് ഈ സിപ്പ് ലൈൻ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ സിപ്പ് ലൈൻ എന്ന ഖ്യാതിയും കാരാപ്പുഴയിലെ ഈ സിപ്പ് ലൈനിലുണ്ടല്ലോ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി MP-യും ഇവിടെ വന്നതിന് ശേഷമാണ് കാരാപ്പുഴ ടൂറിസത്തിന് ഇത്ര പ്രശസ്തി വന്നത്. GST അടക്കം ഒരാൾക്ക് 390 രൂപയാണ് സിപ്പ് ലൈനിൽ കയറുന്നതിനുള്ള ചാർജ്. നൂതന സാങ്കേതിക വിദ്യയായ വെർച്വൽ റിയാലിറ്റി അത് ആസ്വദിക്കണമെങ്കിൽ ഇവിടെ അതിന് പ്രത്യേകം ഒരു കൗണ്ടറുണ്ട്. അവിടെ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി അത് കണ്ടു നോക്കുക തന്നെ വേണം. ഇത് കൂടാതെ ട്വിസ്റ്ററും സ്പേസ് ടവറുമുണ്ട്. ഓരോന്നിനും ടിക്കറ്റ് എടുക്കണം. എല്ലാ ഗെയിമുകളുടെയും ചാർജ് ടിക്കറ്റ് കൗണ്ടറിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ രസിക്കുന്ന ഒരുപാട് ഗെയിമുകൾ വേറെയാണ്. അഞ്ചാൾ പൊക്കത്തിൽ ഒരു വ്യൂ ടവർ ഇവിടെയുണ്ട്. ഞാൻ അതിൻ്റെ മുകളിലേക്ക് കയറി. ചുറ്റുപാടും വിശദമായിട്ടൊന്ന് കാണാമല്ലോ. സത്യം, ഇത്ര മനോഹരമായ കാഴ്ച വേറെ എവിടെ നിന്ന് കാണാനാവും? 63 കിലോമീറ്റർ ചുറ്റളവിലാണ് ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയ. കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം, അതായത് ജലസേചനം ലക്ഷ്യമാക്കി 2004 നിർമ്മിച്ചതാണ് ഈ കാരാപ്പുഴ ഡാം. വയനാട്ടിലെ പ്രശസ്ത ടൂറിസം കേന്ദ്രമായ എടക്കൽ ഗുഹയിലേക്ക് ഇവിടെ നിന്ന് 5 കിലോമീറ്റർ ഉണ്ട്. കൽപ്പറ്റയിൽ നിന്ന് 20 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ടേക്ക്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 25 കിലോമീറ്റർ. ഇതാ ഒരു കൂട്ടം ചെറുപ്പക്കാര് ജയന്റ് സ്വിം എന്ന അഡ്വഞ്ചർ ആസ്വദിക്കാൻ ഒരുങ്ങുകയാണ്. 280 രൂപയാണ് ഒരാൾക്ക് ചാർജ്.
സന്ധ്യയായപ്പോൾ ഞാൻ റിസർവോയറിൻ്റെ തീരത്തേക്ക് നടന്നു. കിളികളുടെ സംഗീതം കേട്ട് അസ്തമയം ആസ്വദിക്കാമല്ലോ. ഇത്ര സ്വച്ഛവും സുന്ദരവുമായ അസ്തമയം കാണണമെങ്കിൽ ഈ വിധത്തിലുള്ളൊരു പ്രകൃതിയിലേക്ക് വരണം. എല്ലാം മറന്ന് കുറച്ച് നിമിഷങ്ങൾ. കാരാപ്പുഴ ടൂറിസം ഓഫീസിൻ്റെ എൻട്രൻസിൽ നിന്നും 6 കിലോമീറ്റർ അപ്പുറത്തുള്ള അമ്പലവയലിലേക്കുള്ള ലാസ്റ്റ് ബസ് രാത്രി 7 മണിക്കാണ്. അത് കഴിഞ്ഞാൽ വാഹനത്തിനായി 2 കിലോമീറ്റർ അപ്പുറത്തുള്ള വാഴവറ്റ എന്ന സ്ഥലം വരെ നടക്കേണ്ടി വരും. അസ്തമയം കഴിഞ്ഞ് പതുക്കെ ഇരുട്ട് വരുന്നപ്പോൾ ഞാൻ കാഴ്ച മതിയാക്കി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ശരിയാണെന്ന്? എന്ത് രസമാണല്ലേ ഈ കാരാപ്പുഴ ഡാം, അതുപോലെ ഡാം സൈറ്റ്, ഈ പൂക്കള്, മനോഹാരിത, അങ്ങനെയെല്ലാം. തീർച്ചയായിട്ടും വ്ലോഗ് ലോകത്തിൽ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.